ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മാതള നാരങ്ങ, ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും, അതിൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. മഴ കാരണം നമുക്ക് റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടോ വീഡിയോസൊന്നും ഇടാത്ത. വേറെ വീഡിയോസ് എടുത്ത് വെച്ചതുണ്ട് ഇടാൻ. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഷാൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് നമ്മളെ മാതള നാരങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറിന് അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞിട്ട് ഇതിന് ഞാൻ തോല് ചെറുതായിട്ടൊന്ന് ചെത്തിയിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞിട്ട് ആ പുളിനീരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വാളംപുളിയാണേ, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ വഴറ്റുന്നത്. അരിയുമ്പോൾ തന്നെ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നിങ്ങനെ അധികം വഴലണ്ട, ഒരുവിധം ഒന്നിങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. പുളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ചെറുനാരങ്ങേൻ്റെ വലിപ്പത്തിൽ, അതായത് 50 ഗ്രാം പുളി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. 50 ഗ്രാമിൻ്റെ മുകളിലുണ്ടാവാനാണ് സാധ്യത. അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നല്ല കയ്പുള്ള സാധനമാണ് കേട്ടോ. നല്ല കയ്പ് എന്ന് പറഞ്ഞാൽ നല്ല കാഞ്ഞിരം പോലെ കയ്പുള്ള സാധനമാണ്. പക്ഷെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ശരീരത്തിന് ഒരുപാട് നല്ല സാധനങ്ങളാണെങ്കിൽ അതിന് ഒരുപാട് കയ്പാണെങ്കിലും ചിലതിന് ഭയങ്കര പുളിയുള്ള സാധനങ്ങളായിരിക്കും, ചിലത് ഭയങ്കര കയ്പുള്ള സാധനങ്ങളായിരുന്നൊക്കെ പറയുന്ന കേൾക്കുന്നില്ലേ. തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം അതുപോലെ തന്നെയൊക്കെയാണ്. പക്ഷേ ഒരുപാട് നമ്മളെ ശരീരത്തിന് നല്ല ഔഷധങ്ങൾ തരുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അന്നേരം അതിൻ്റെ അകത്തേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ഇടുന്നില്ല, മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അന്നേരം മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ആ പുളിവെള്ളത്തിൽ കളഞ്ഞിട്ട് നമ്മൾ നാരങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ നമ്മളെ മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ചൂടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻറ്റോ കുറേ സമയം ഒന്നും വേണ്ട. ഒരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഫ്രിഡ്ജോ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് നമുക്ക് ഒരാഴ്ച 2 ആഴ്ചത്തോളം നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം. ഈ തണുപ്പും കൂടിയല്ലേ, കുറേ ദിവസം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അന്നേരം ഇതാ പൊടി നന്നായിട്ട് ചൂടായി വരും വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പൊടി ഒരുവിധം നല്ല കളർ വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അന്നേരം മഴയാണെന്ന് പറഞ്ഞാൽ, മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ് എന്ന് പറഞ്ഞാൽ മതി. സൈസ് മഴയല്ലേ. പിന്നെ സിമ്മിലിട്ടിട്ടാട്ടോ ചൂടാക്കുന്നത്, അതുകൊണ്ടാണ്. നല്ല വെടിക്കെട്ട് മഴയാണ്. പുഴയിൽ വെള്ളം കൂടും, മഴ കുറയുമ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞോളത്തെ അവസ്ഥയാണ്. ഇന്നിപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, ഇന്നാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പുളിവെള്ളത്തിൽ കടന്നിട്ട് ഒരുവിധം ഒന്നായി വരുന്നുണ്ട് നമ്മളെ നാരങ്ങ. അന്നേരം അതിൻ്റെ അകത്തേക്ക് വേണം നമ്മളെ പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കടന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാവണം. സെറ്റായി നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്തൊന്ന് കുറുകി വരുമ്പോൾ എന്താക്കുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ബെല്ലമില്ലേ, ബെല്ലം ശർക്കര എന്നൊക്കെ പറയും, അത് നന്നായിട്ട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബെല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 1/4 കിലോ വെല്ലത്തിൻ്റെ മുകളിൽ ബെല്ലം ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കയ്പ്പായിരുന്നു കേട്ടോ. ഉപ്പും പുളിയും ഇതെല്ലാം അഡ്ജസ്റ്റബിളായിട്ട് ഇതിൻ്റെ കയ്പ്പ് പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിന് എന്തെങ്കിലും കയ്പ്പ് മാറാനുള്ള ടെക്നിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഞാൻ എൻ്റെ 2ാമത്തെ മോളെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ ഏച്ചി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര കയ്പ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ അത് കുറച്ച് വലിയ ടൈപ്പ് നാരങ്ങയായിരുന്നു, കുറച്ച് ചെറിയ ടൈപ്പാണ്. അന്നേരം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുവിധം നല്ല കയ്പ്പുണ്ടായിരുന്നു. മക്കൾ 2 പേരും സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾ വിചാരിച്ചെന്തോ കാര്യമായിട്ടുള്ള സംഭവം വിചാരിച്ചിട്ട് എല്ലാവരും അടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കി. പക്ഷേ കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ തൊണ്ടയ്ക്കകത്താട്ടോ ഒരു കയ്പ്പ് വരുന്നത്. പക്ഷേ നല്ല സാധനമാണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് അച്ചാറൊക്കെ കൂട്ടുമ്പോൾ കൂട്ടി ചോറുണ്ണാട്ടോ. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് കൂട്ടാൻ, ഇങ്ങനത്തെ പുളിങ്കറികളൊക്കെ. അന്നേരം പിന്നെ അമ്മയ്ക്കും കുറച്ച് കൊടുത്ത്, ഞങ്ങളും കുറച്ചെടുത്ത്, മക്കൾ കുറച്ച് സ്കൂളിൽ കൊണ്ടുപോയി. ചക്കരയുടെ ക്ലാസ്സിൽ ഏതൊക്കെ കുറച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ. പൊന്നൂൻ്റെ ക്ലാസ്സിൽ 1-2 പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. എല്ലാവർക്കൊന്നും കുട്ടികൾക്കൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. എന്നാലും നമുക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതൊന്ന് വെല്ലമൊക്കെ ഇട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് വാങ്ങി വെക്കാം. ഇതിൽ ഞാൻ വെക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും കേട്ടോ. നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. പിന്നെ ബെല്ലമൊക്കെ കൂടി ആകുമ്പോൾ ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൂട്ടാം എന്ന് മാത്രം. അച്ചാറ് പോലെയൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ നമ്മളെ പുഴയിലെ വെള്ളം ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ മുകളിലെ മരം കാണുന്നുണ്ടോ, അവിടേക്ക് ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇങ്ങോട്ട് തിണ്ടിനോട് അടുത്ത് വന്നിട്ടുണ്ടായി. രാവിലെ ആയപ്പോൾ മഴ ലേശം കുറഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. കഴിഞ്ഞ 2018 നമ്മൾ ഈ തിണ്ടൊപ്പം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ബേക്ക് വശത്ത് കൂടിയാണ് വെള്ളം, ഈ സൈഡ് വഴിയാണ് വെള്ളം നമ്മളെ വീട്ടിലോട്ട് കയറുക. മുൻവശത്ത് കൂടെ കുറച്ച് ഹൈറ്റുള്ളതുകൊണ്ട് അങ്ങനെ വരില്ല. നമ്മൾ അടുക്കള വശം കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് അതിലാണ് കേട്ടോ വെള്ളം കയറുന്നത്. നമ്മളെ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഈ പുഴയിലേക്ക് മുകളിലത്തെ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് വരെയൊക്കെ 2018 വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഓക്കെ, ബൈ.